ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലൈഫ് ആൻഡ് ടേസ്റ്റ് ബൈ ഷൈമ. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് എടുത്ത് പറഞ്ഞത്. ആദ്യമായിട്ടല്ല, കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് മറന്നു പോകും. കുറേ കാലമായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, 2 മാസത്തോളം ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ നമുക്ക് തന്നെ വഴിയേ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കുക്കിങ്ങും പിന്നെ ഒരു ഷോപ്പിംഗ് വീഡിയോ അത്രയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകാറായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയത് അതാണ്. അപ്പോൾ അതും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഷോപ്പിംഗ് അവസാനിക്കില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനതിങ്ങനെ കാണിക്കാം കേട്ടോ വീഡിയോയിൽ. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇടണമല്ലോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അട അതുപോലെ തന്നെ പാൽക്കപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികൾ തന്നെയാണ്, പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല. പക്ഷെ ഞാനെങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നമുക്കൊന്ന് കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി പോകാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ശർക്കര ഇടാത്ത അടയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി ഒരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മധുരട്ടിട്ടുള്ള ശർക്കര ഇട്ടുള്ള അടയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി മാവ് വന്നതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുഴച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 2 കട കൊള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നുറുക്കിയിട്ടൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉണ്ടായിരുന്ന പ്ലാൻ കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കുറച്ച് മാറിപ്പോകുന്നുണ്ട് പ്ലാനൊക്കെ. അപ്പോൾ അതങ്ങനെ ഞാൻ നുറുക്കി അടുപ്പത്തിടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പിന്നെ അടക്കുള്ള പൊടി കുഴച്ച് വെച്ചല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കിയിട്ട് കഴുകിയിട്ട് നുറുക്കിയിട്ട് ആദ്യത്തെ വെള്ളം തിളപ്പിച്ചിട്ട് ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത് ഞാൻ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഈ അട തിന്നാൻ എനിക്ക് പൂതി വന്നത് ഒരു 3-4 ദിവസം മുന്നാണ് കേട്ടോ. ഒരു ഇങ്ങനെ അട എന്നുള്ള വേർഡ് ഞാൻ എവിടെയോ കേട്ടു. എന്നാൽ ഈ അടയുമായി ബന്ധമുള്ളൊരു അടയല്ല, വേറെ എന്തോ ഒരു അടയാണ് കേട്ടത്. ആ അട കേട്ട മുതൽ എനിക്ക് അട തിന്നണമെന്ന് പൂതിയായി. അപ്പോഴാണ് ഞാൻ ഇതുണ്ടാക്കാൻ വിചാരിച്ചത്. പക്ഷേ ഈ അട ഉണ്ടാക്കാനുള്ള വാഴൻ്റെ ഇല ഞാൻ വാങ്ങിക്കാൻ കാരണം അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അത് ഞാൻ വേറെ എന്തോ സംഭവം ഒരിക്കൽ അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഗ്രോസറി പർച്ചേസിനൊക്കെ വേണ്ടി പോയപ്പോൾ പൊതിച്ചോറോ അല്ലെങ്കിൽ പൊതി ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാഴൻ്റെ ഇല വാങ്ങിച്ചിട്ട് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തായാലും നമ്മുടെ ആഗ്രഹം കൊണ്ട് സാധിക്കല്ലേ. അപ്പോൾ വേഗം തന്നെ അതിൽ നിന്ന് ഇല എടുത്തു കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ 3 വാഴൻ്റെ ഇലക്ക് ഞാൻ കൊടുത്ത് വാഴൻ്റെ നാക്കില്ലേ അങ്ങനത്തെ 3 ഇലക്ക് ഞാൻ കൊടുത്ത് 3 ദിറംസാണ്. അപ്പോൾ നാട്ടിലെന്തായി 60 രൂപയുടെ മേലായിട്ടുണ്ട് കേട്ടോ 3 ഇലക്ക് ഞാൻ കൊടുത്തത്. എന്താല്ലേ, അങ്ങനെ അതാണ് അടയുടെ കഥ കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് അട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാൻ ശർക്കര അട ഉണ്ടാക്കി വൈകുന്നേരത്തെ സ്നാക്കിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഡിന്നർ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരു വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിന്നറും അതിൽ കൂടെയാണ് പോവുമല്ലോ, പിന്നെ അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഉച്ചക്കൽക്കാണെങ്കിൽ നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ട് ബീഫ് നെയ്ച്ചോറുമായിരുന്നു. അപ്പോൾ ആ ബീഫ് ബാക്കിയുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അടയും ബീഫും പിന്നെ കൊള്ളിപ്പേരും ബീഫും നല്ല കോമ്പിനേഷൻ അല്ല. അപ്പോൾ കുറച്ചാകുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. കൊള്ളി തന്നെ കഴിച്ചിട്ട് ഗ്യാസ് കയറിയിട്ട് ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഈക്വലായിട്ട് ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഇതൊക്കെ കൊള്ളിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഇനി ഇതിനൊന്ന് ചായ മാറ്റിയാലോ എന്ന്. അതെന്താണ് ചായ മാറ്റിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യണേ. അപ്പോൾ പിന്നെ ബീഫ് കണ്ടല്ലോ, ബീഫ് ഞാൻ കുറച്ചിങ്ങനെ വറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഗ്രേവി പോലെ ആക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ വാഴൻ്റെ ഇല കേട്ടോ. 3 വാഴൻ്റെ ഇലയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇതിപ്പോൾ ഇനി 1.5 വാഴൻ്റെ ഇല കൂടി ബാക്കിയുണ്ട്. അതിലാരെയും കൂടി ഞാനിപ്പോൾ എടുക്കും. 1 കൂടി ബാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേറെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ആ ഒരു ഒരൊറ്റ ഇലയിൽ നിന്ന് ഞാൻ 6 ചെറിയ അടയൊക്കെയുള്ള ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. വലുതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കുഞ്ഞട ഞാൻ അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന അതായത് കുറച്ചൊക്കെ കീറലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി അതൊക്കെ എടുത്തിട്ടാണ് അട ചൂടുന്നത്. ബോറാവുണ്ടായി ഞാൻ കുറേ സംസാരിച്ചിട്ട്. എന്തായാലും എനിക്ക് അപ്പം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പറയാൻ വിചാരിച്ചിട്ടോ. നമ്മളിങ്ങനെ ഞാൻ ഈ അട ചുടുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലൂടെ പോയ കാര്യങ്ങളൊക്കെ ആയിട്ടപ്പോൾ ഞാനിങ്ങനെ പറയണത്. അങ്ങനെ അടയുടെ അല്ലേ വാഴൻ്റെ ഇലയൊക്കെ കഴുകി ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയിട്ട് ചൂടാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പം ആൻ്റെയൊക്കെ നാട്ടിൽ ഈ അരിയുടെ അട ചുട്ടിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാറുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.
ചില നാടുകൾ അതൊന്നുമില്ല. ചിലർക്ക് ഈവനിങ് സ്നാക്ക് മാത്രമായിട്ടാണ് ഈ അട കൂട്ടാറുള്ളത്. ഞങ്ങളവിടെ അട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും. അടയും പിന്നെ മീൻ കറിയും കൂടി നല്ല കോമ്പിനേഷൻ ആയിട്ട്, അത് മുളക് കറി, മത്തി, ചൂട, അങ്ങനത്തെ മുളക് കറി ഉണ്ടല്ലോ, അതും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോഴത്തേനും എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അത് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാറുണ്ട്, വൈകിട്ട് സ്നാക്കായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളവിടെ കൂടുതലും ഇങ്ങനെ അട ചുട്ടിട്ടാണ് കൂടുതലും കഴിക്കുക. ആവിയിൽ വേവിച്ച് കഴിക്കുന്നത് വളരെ റെയറായിട്ടുണ്ടാവാറുള്ളൂ കേട്ടോ. അതാണ്. അപ്പോൾ ചില നാട്ടിൽ ഇത് ഉണ്ടാവാറില്ല. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഇതപ്പോൾ നമ്മൾ വാഴൻ്റെ ഇല ഇത് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങ വെച്ചിട്ട് അത് മടക്കി വെക്കും. അങ്ങനെയാണ് നമ്മൾ അട പരത്തുന്നത്. ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ നമ്മളിത് ചുടാൻ പോണത് മൺചട്ടിയിലാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് വരുമ്പോഴത്തേനും അട ചുട്ട് റെഡിയായിട്ട് വരും. കരിയാണ്ട് ശ്രദ്ധിച്ചാൽ മതി, മാത്രം ഇടയ്ക്കൊന്ന് അങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മുടെ കൊള്ളി അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടിയും ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സംഭവം അങ്ങോട്ട് റെഡിയാവും. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് നമുക്കിനി ഇതിൻ്റെ ചായ മാറ്റിയാലോ എന്ന്. അപ്പോൾ ആ ചായ എന്താണെന്ന് വെച്ചാൽ ആ ചായയിൽ കുറച്ച് പാല് ചേർക്കാമെന്ന് വിചാരിച്ചു. അതായത് അതിന് പാൽ കപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടായിരുന്നു, പിന്നെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി എന്താണെന്നുള്ളത്. അങ്ങനെ യൂട്യൂബ് തപ്പിത്തരഞ്ഞ് പിടിച്ച് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കണ്ട വീഡിയോയിലുള്ള ഒരു ഐറ്റം എൻ്റെ കയ്യിലില്ല, 1-2 ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉള്ളത് വെച്ചിട്ടാണ് ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതിലിടാത്തത് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ ദിവസമായിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് 2 മാസത്തോളം ആവാറായിട്ടുണ്ട് കേട്ടോ. കാരണം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുപോലെയാണ്. ചില സമയത്ത് എന്തിനാ അങ്ങനെ വീഡിയോസ് എടുക്കുന്നത് അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്യേണ്ടെന്ന് വെക്കും. പിന്നെ എന്താ പറയുക, മൊത്തം അസുഖങ്ങളും പനി അത് ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ പിന്നെ പോയി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൈൻഡ് ആകെ ഡൗൺ ആയി നോക്കുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റും കുറഞ്ഞു കേട്ടോ. പിന്നെ ഇതുപോലെ ഇപ്പോൾ ആരോ ഇതുപോലെ ചോദിച്ചു എന്താ വീഡിയോസൊന്നും എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലൊരു എന്താ പറയുക, വെറുതെ നമ്മുടെ ചാനൽ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഇത് നശിപ്പിച്ച് കളയണത് ശരിയല്ലല്ലോ. നമ്മൾ കുറേ വീഡിയോസ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിപ്പോവും. അപ്പോൾ വെറുതെ അത്രയും കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷനൊക്കെ ആക്കിയെടുത്തിട്ട് പിന്നെ അത് നമ്മൾ കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ കാണിക്കുന്നൊരു നന്ദി കേടല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് കുറേ ദിവസം ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് തന്നെ എത്തിയത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു കണ്ടൻ്റ് ആക്കി എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് കാണിക്കാറ്. പക്ഷെ ഇതിന് പോലും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ എന്ത് കാണിക്കണം, എവിടെ തുടങ്ങണം എന്നൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ കാര്യം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ് റെഡിയാക്കണ്ടേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 3 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ചതച്ചിട്ട് പിന്നെ തേങ്ങാപ്പാലും 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊന്നും കൂടി ഇതിനെ വേവിക്കണം. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായി ഉടച്ചെടുത്തിട്ട് റെഡിയാക്കുക. അപ്പോൾ അതാണ് പാൽക്കപ്പയുടെ ഇതുള്ളൂ. അപ്പോൾ ചിലവർ ഇതിൽ ചെറിയ ഉള്ളി ചതച്ചിടാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. അങ്ങനെ അപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇതായാലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അതിൽ ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റ് അതാണ് കുറച്ച് നമുക്ക് ഫീൽ ആവുന്നത്. പിന്നെ വെളുത്തുള്ളി ഞാൻ ചേർത്തത് ഇപ്പോൾ കൊള്ളി ഗ്യാസല്ലേ, അപ്പോൾ അതൊന്ന് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വെച്ച ബീഫ് അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും വൈകുന്നേരം ആവണുള്ളൂ കേട്ടോ, 7 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചാലാണ് എനിക്ക് പിന്നെ ഷോപ്പിങ്ങിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫുഡ് കണ്ട് കഴിച്ച് പോയാൽ പിന്നെ അവിടെ ചെന്നിട്ടുള്ള ആ ഒരു വിശപ്പിൻ്റെ വിളി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമ്മുടെ കൊള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ വെറ്റി വന്നിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് അങ്ങനെ പായസം പോലെ ആക്കിയിട്ടില്ല, ചെറുതായിട്ട് നമുക്കങ്ങനെ കഴിക്കാൻ ഒരിതിലാണ്. ചിലവർ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയും ചെയ്യും.
അപ്പോൾ നമുക്കതൊന്നിനി ഒരു വാഴൻ്റെ ഇലയിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് തൂമിച്ചിടും വേണം. അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഉണക്കമുളക്, കറിവേപ്പില, കടുക്, ഇത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഉള്ളി ഒന്ന് തൂമിച്ചിട്ട് അങ്ങനെയും ചേർക്കാം. ഉള്ളിയും മുളകും അങ്ങനെയൊക്കെ തൂമിച്ച് ചേർക്കാം. പിന്നെ ചിലവർ ക്യാരറ്റ് കട്ട് ചെയ്തിട്ടിടാറുണ്ട്. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഒരു ഭാവന പോലെ എങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അട ഇവിടെ ഇങ്ങനെ പതുക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ശരിക്കും എനിക്ക് എത്ര അടയാണ് കിട്ടിയത്? 4 അടയാവുന്നു. ഞാൻ 5 അടയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ എന്തായാലും നമുക്കൊരു ചായ നിർബന്ധമല്ല, ഒരു കട്ടൻ ചായ നിർബന്ധമാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അട റെഡിയായി, പാൽക്കപ്പൻ റെഡിയായി, പിന്നെ ബീഫ് ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ട്, ഇപ്പോൾ ഇവിടെ ഞാനും പിന്നെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ ഉമ്മയുടെ കൂടെ നാട്ടിൽ പോയിട്ടായിരുന്നു. ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. നമ്മളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാനൊന്ന് എടുത്തൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ മാതിരി ആ സമയത്തൊന്നും ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിലേക്ക് അതൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ പറയുക, അത് ചെയ്യണം എന്നുള്ളൊരു ഇതൊന്നും എനിക്ക് അപ്പം തോന്നിയില്ല. പിന്നീട് തോന്നിയതാ അതൊക്കെ എടുത്ത് വെക്കായിരുന്നു, അങ്ങനെയൊക്കെ തോന്നി. ഓരോരോ തോന്നലുകളാണ്. പക്ഷെ ഒന്നും ചെയ്യാറില്ല. ഇങ്ങനത്തെ ആൾക്കാർ പലരും ഉണ്ടാവും. നമുക്കിങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ. ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് എണീറ്റിട്ടുണ്ട്. ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. വെറുതെ എന്താണ് അന്ത്യോളം വെള്ളം കോരിയിട്ട് പിന്നെ കലം കൊണ്ട് ഉടക്കണ്ടല്ലോ. അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചാനലിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ ഇവിടെ അടയും ബീഫും അതുപോലെ തന്നെ കൊള്ളിയും ബീഫൊക്കെ കഴിച്ചിട്ടുണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അട ബീഫ് അല്ലെങ്കിൽ അട ചിക്കൻ കറിയോ അട മീൻ കറിയോ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പാൽക്കപ്പയും പറയണ്ടല്ലോ, പാൽക്കപ്പയും ബീഫും അത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അങ്ങനെ ഞാൻ അതെല്ലാം കഴിച്ചു. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടൻ ചായ ഇങ്ങനെ നുണയുന്നുണ്ട്. ഇതൊക്കെ ആയിരുന്നു എൻ്റെ കുക്കിംഗ് തീറ്റയും വിശേഷങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നോട് ഹസ്ബൻഡ് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. ഒരു 8 മണിയാകുമ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ എന്തായാലും ഡിന്നറൊക്കെ കഴിച്ച് സെറ്റപ്പ് ആയിരിക്കണം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8 മണിക്ക് റെഡിയാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ 9 മണിക്കാവും വരാം. ചിലപ്പോൾ ഞാൻ അതും ഉദ്ദേശിച്ചിട്ട് റെഡി ആവാതെ ഇരിക്കുകയാണെങ്കിലോ അപ്പം തന്നെ വന്നിട്ട് ഇപ്പം പോകണം പറഞ്ഞിട്ടുള്ള തിരക്കായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. എന്തായാലും അതുപോലെ ഞാൻ 8 മണിക്ക് വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ ആൾ വരുമ്പോഴത്തേനും 8-9 മണി ആയിട്ടുണ്ട്. എന്തായാലും നമ്മളിതാ ഇവിടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഷോപ്പിംഗ് ആണല്ലോ കൂടുതൽ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചുരിദാർ മെറ്റീരിയൽസൊക്കെ എടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണപ്പെണ്ണിന് ഒരു ഡ്രസ്സ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഒരു ചടങ്ങല്ല, നമ്മളങ്ങനെ കൊടുക്കാറുണ്ട്. അതിപ്പോൾ അവർക്ക് ഏത് ദിവസം വേണമെങ്കിലും ഇടാം കേട്ടോ. ഒന്നേ കല്യാണത്തിന് അന്നത്തേക്കുള്ളതല്ല, അതിൻ്റെ മുന്നുള്ളത്. കല്യാണത്തിന് തലേ ദിവസത്തിനോ അല്ലെങ്കിൽ അവർക്കൊരു നോർമലായിട്ട് ഏത് ഡ്രസ്സിലും വേണമെങ്കിൽ ഇടാമെന്ന രീതി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഒരു കല്യാണപ്പെണ്ണുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സും കൂടി നോക്കണം. പിന്നെ എനിക്കും കുറച്ച് ചുരിദാറൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു കടയാട്ടോ. കട ചെറുതാണെങ്കിലും അതിൻ്റെ അകത്ത് നല്ല എല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ നമ്മൾ എടുത്തത് വേറെയാണ്. അതെന്തായാലും നമ്മൾ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ എന്താണ് എടുത്തതെന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ കല്യാണപ്പെണ്ണിനെ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതാണ് സംഭവം. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ കല്യാണത്തിൻ്റെ ട്രെൻഡിങ് ഉണ്ടല്ലോ, നമ്മൾ ഈ പലതരം കളർ ഡ്രസ്സൊക്കെ ഇട്ടുള്ള രംഗോലി, മെഹന്തി അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പറ്റിയ ഡ്രസ്സുകളും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് എനിക്കൊരു ബാഗ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു ടോട്ട് ബാഗ് വാങ്ങിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ബാഗില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒറ്റക്കാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഒരൊറ്റ ബാഗായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ ഒരു ലാപ്ടോപ്പ് ബാഗ് വേറെ പിടിക്കണം, പിന്നെ ഹാൻഡ് ബാഗ് പിടിക്കണം. അപ്പോൾ അതൊക്കെ കൂടി ബുദ്ധിമുട്ടാവണ്ടല്ലോ വിചാരിച്ചിട്ട് ടോട്ട് ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം അതിൽ വെക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ അത് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ BBC എന്നുള്ളൊരു ഷോപ്പിലേക്കാണ് പോകേണ്ടത്. ഒരു ബ്രാൻഡഡ് ഷോപ്പാണ്. അത്യാവശ്യം കുറച്ച് ബ്രാൻഡ്സൊക്കെ കുറച്ച് റേറ്റ് കുറവിന് കിട്ടും. നല്ല റേറ്റ് കുറവൊന്നുമില്ല കേട്ടോ. എന്തായാലും അതൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര.
അപ്പോൾ എൻ്റെ ബാഗും കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളിത് അവിടെ BBC എത്തിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ ഇത് തന്നെയാണ് കേട്ടോ. ഈ ബാഗിൻ്റെ കളക്ഷൻസാണ്. പലതരം ബാഗ്സ് ഉണ്ട് ഇവിടെ. നമ്മുടെ സ്ലിംഗ് ബാഗ്സ്, അതുപോലെ തന്നെ ടോട്ട് ബാഗ്സ്, പിന്നെ ചെറിയ ചെറിയ നമ്മുടെ കുട്ടി കുട്ടി പേഴ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. ഏത് സൈസിൽ വേണമെങ്കിലും ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. അതും അത്യാവശ്യം നല്ല ബ്രാൻഡ്സൊക്കെയാണ്. എന്നാൽ കുറച്ച് റേറ്റ് കുറവ് കേട്ടോ. നല്ല റേറ്റ് കുറവൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കുറഞ്ഞ റേറ്റിന്. അങ്ങനെ ഞാനിത് ഒരു 4-5 പ്രാവശ്യം ഈ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ നോക്കിപ്പോട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാഗിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അപ്പോഴും മേടിക്കാം എന്ന് കരുതിയിട്ട്. പക്ഷേ ആ സമയത്ത് ഓഫർ ഉണ്ടാവും എന്ന് ഞാൻ അത് കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചുകൂടി നല്ലൊരു ഓഫർ വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം വന്ന് നോക്കുമ്പോൾ ഓഫേഴ്സ് എല്ലാം പകുതി മുക്കാലും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അധികം നല്ല ഓഫേഴ്സൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഹൈലി ബ്രാൻഡഡ് സാധനങ്ങൾക്ക് നല്ല റേറ്റും കേട്ടോ. 700-800 ദിർഹംസ്, 1000-1500 ദിർഹംസ് ഒക്കെയാണ് ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ബാഗിനൊക്കെ കേട്ടോ. എന്തായാലും എൻ്റെ ബഡ്ജറ്റ് അത്ര ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി കാണുന്നു, വലിയ ആളെ പോലെ. എന്തായാലും നിങ്ങൾക്ക് കൂടി കാണാമല്ലോ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഞാൻ അവസാനം ഒരു ടോട്ട് ബാഗ് വാങ്ങിച്ചു കേട്ടോ. എന്തായാലും അവിടെയും കുറേ ഇങ്ങനെ തേരാപ്പാര നടന്നിട്ട് കുറേ പുതിയ ഐറ്റംസും, ഫേസ് വാഷ്, പിന്നെ ബോഡി ലോഷൻ, അങ്ങനെ പലവിധ ഐറ്റംസ് ആണ് കേട്ടോ. കുറേ സിറംസ് ഉണ്ടായിരുന്നു, പിന്നെ ബോഡി മിസ്റ്റുകൾ, ഷാമ്പൂ, അങ്ങനെ ഞാൻ കാണാത്ത ബ്രാൻഡ്സൊക്കെയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ്സുകളാണ് കണ്ടത്. അങ്ങനെ പിന്നെ വന്ന് നോക്കുമ്പോഴാണ് വീണ്ടും ഞാൻ ചെരുപ്പിൻ്റെ സൈഡിലേക്ക് തന്നെ എത്തിയത് കേട്ടോ. എനിക്കിപ്പോൾ കുറച്ച് ക്രേസുള്ള സാധനങ്ങൾ ചെരുപ്പ് ബാഗെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് ചെരുപ്പ് എവിടെ പോയാലും കിട്ടില്ല കേട്ടോ. ഭയങ്കര പാടാണ്. എൻ്റെ കാല് അങ്ങനത്തെ ഒരു കാലായതുകൊണ്ട് ഭയങ്കര പാടാണ് ചെരുപ്പ് കിട്ടാൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നും സൈസില്ല. എനിക്കറിയാം ഇവിടെ സൈസില്ല, എന്നാലും ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണാൻ വെച്ചിട്ട് നോക്കണതൊക്കെ. അങ്ങനെ കുറേ തിരഞ്ഞ് നോക്കി എനിക്ക് 2-3 ചെരുപ്പൊക്കെ ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, സൈസ് കറക്റ്റല്ല. അങ്ങനെ നമ്മൾ അവസാനം ഈ ഷോപ്പിൽ നിന്ന് ചെരുപ്പ് വാങ്ങിക്കുന്നുണ്ട്. അത് വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ചെരുപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കുറേ കാർട്ടൂൺസിലോ അങ്ങനെയൊക്കെ എവിടേക്കോ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇട്ടൊരു ഷൂ പോലെ എനിക്ക് ഫീൽ ആയിരുന്നു കണ്ടപ്പോൾ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ തന്നെ കണ്ടിട്ട് അതും കഴിഞ്ഞ് ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലുലുവിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് വാങ്ങിച്ചു. ലുലുവിൽ പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും വീഡിയോസൊന്നും എടുത്തില്ല. അതിൽ ചെറുതായിട്ട് ഞാൻ ഒന്ന് എടുത്തുട്ടോ. അതിനുശേഷം ഞാനവിടെ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെപ്പോലെ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തായിട്ട് പോകണം കേട്ടോ. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.